പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കേരള ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണ് ഇന്നത്തേത്. നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങുന്നത് കയ്യൂർ സമരത്തിൽ നിന്നാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941 ആണ്. 1941 മാർച്ചിൽ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് ജന്മിത്വത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ്. എന്താണ് ജന്മിത്വത്തിനെതിരെ? എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലുള്ള കയ്യൂർ ഗ്രാമത്തില് കർഷക സംഘങ്ങൾ നടത്തിയ പ്രക്ഷോഭമാണ് കയ്യൂർ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നടന്ന വർഷം 1941 ആണ്. ജന്മിമാരുടെ കർഷക വിരുദ്ധ നയങ്ങളും പോലീസിന്റെ അടിച്ചമർത്തലുകളും സഹിക്കവയ്യാതെ 1941 മാർച്ച് 26 കയ്യൂരിൽ പ്രകടനം നടത്തുകയായിരുന്ന കർഷകർ സുബ്ബരായൻ എന്ന പോലീസുകാരനുമായി ഏറ്റുമുട്ടുകയും ആ പോലീസുകാരൻ പുഴയിൽ ചാടി മരിക്കുകയും ചെയ്തു. അല്ലെ, എന്താണ് സംഭവം? ഒന്നുകൂടെ പറഞ്ഞു തരാം. ജന്മിമാരുടെ കർഷക വിരുദ്ധ നയങ്ങളും പോലീസിന്റെ അടിച്ചമർത്തലുകളും സഹിക്കവയ്യാതെ 1941 മാർച്ച് 26 കയ്യൂരിൽ പ്രകടനം നടത്തുകയായിരുന്ന കർഷകർ സുബ്ബരായൻ എന്ന പോലീസുകാരനുമായി ഏറ്റുമുട്ടുകയും ആ സുബ്ബരായൻ എന്ന പോലീസുകാരൻ പുഴയിൽ ചാടി മരിക്കുകയും ചെയ്തു. അല്ലെ, അപ്പൊ അതിനെ തുടർന്ന് കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേരാണ് പോലീസ് പിടിയിലായത്. കയ്യൂർ സമരത്തെ തുടർന്ന് 61 പേര് പോലീസ് പിടിയിലായി. തുടർന്ന് പോലീസ് കേസ് ചാർജ് ചെയ്യുകയും കേസ് അവസാനിച്ചപ്പോൾ 4 പേർക്ക് വധശിക്ഷ ലഭിക്കുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായരെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞേ? പോലീസ് കേസ് ചാർജ് ചെയ്തു. കേസ് അവസാനിച്ചപ്പോഴത്തേന് 4 പേർക്ക് വധശിക്ഷ ലഭിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചുരിക്കാടൻ കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആളെ പ്രായപൂർത്തിയാകാത്തതിനാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? കയ്യൂർ സമരം നടന്നത് കരിയങ്കോട് നദി തീരത്താണ്. കരിയങ്കോട് നദി എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പം കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പറയുക കാസർഗോഡ് ജില്ലയാണെന്ന് പറയുക. അപ്പൊ കയ്യൂർ സമരം നടന്നത് കരിയങ്കോട് നദി തീരത്താണ്. കരിയങ്കോട് നദി എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. തേജസ്വിനി എന്ന് കാര്യംകോട് പുഴയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണ്. എന്താണ്? നിരഞ്ജനയാണ് തേജസ്വിനി എന്ന് കാര്യംകോട് പുഴയെ വിശേഷിപ്പിച്ചത്. തേജസ്വിനി നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചാൽ ഏത് നദിയാണ്? കാര്യംകോട് നദിയാണ്. കരിയങ്കോട് നദിയാണ് തേജസ്വിനി നദി എന്ന് അറിയപ്പെടുന്നത്. 1943 മാർച്ച് 29 കർഷക സംഘം പ്രവർത്തകരായ മഠത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവരെ കണ്ണൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. 4 പേരെ തൂക്കിൽ കൊന്നു പറഞ്ഞായിരുന്നു അല്ലെ? അപ്പം മഠത്തിൽ അപ്പു, കോയിത്തട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവരെ കണ്ണൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലെ? കയ്യൂർ സമരത്തിനോടനുബന്ധിച്ചുള്ള കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ EK നായനാർ, മുൻ മുഖ്യമന്ത്രിയായ EK നായനാർ ഉണ്ടായിരുന്നു. VV കുഞ്ഞമ്പു ഉണ്ടായിരുന്നു. NG കമ്മത്ത് മുതലായവരും ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താണ്? കയ്യൂർ സമരചരിത്രം, കയ്യൂരും കരിവെള്ളൂരും എന്നീ പുസ്തകങ്ങൾ രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. എന്താ പറയുന്നേ? കയ്യൂർ സമരചരിത്രം, കയ്യൂരും കരിവെള്ളൂരും എന്നീ പുസ്തകങ്ങൾ രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. 2016 75ാം വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച സമരമാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത്. 2016 75ാം വാർഷികം ആഘോഷിച്ച സമരമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ നടന്ന കയ്യൂർ സമരം. ഓക്കെ അല്ലേ? കയ്യൂർ സമരത്തെ ആസ്പദമാക്കി കന്നഡ സാഹിത്യകാരൻ നിരഞ്ജന രചിച്ച നോവലാണ് ചിരസ്മരണ. ഏതാണ്? ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് കന്നഡ സാഹിത്യകാരനായ നിരഞ്ജനയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ചലച്ചിത്രം. ക്ലിയർ അല്ലേ?
അടുത്തത് 1941 ശേഷം നമ്മൾ 1942 കടക്കുകയാണ്. 1942 നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ദേശീയ തലത്തിൽ. അതുപോലെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. നടന്ന വർഷം എന്ന് പറയുന്നത് 1942 1942 കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് മലബാറിൽ നടന്നതാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു കേസാണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. മലബാറിലെ സർക്കാർ കെട്ടിടങ്ങൾ, റെയിൽവേ പാലങ്ങൾ, കലുങ്കുകൾ എന്നിവ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കീഴരിയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏതാനും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗൂഢാലോചന നടത്തുകയും ബോംബുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കീഴരിയൂർ ബോംബ് കേസ് പറയുന്നത്. എന്താണ്? മലബാറിലെ സർക്കാർ കെട്ടിടങ്ങള്, റെയിൽവേ പാലങ്ങള്, കലുങ്കുകൾ എന്നിവ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കീഴരിയൂർ എന്ന സ്ഥലത്ത് വെച്ച് ഏതാനും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗൂഢാലോചന നടത്തുകയും ബോംബുകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് കീഴരിയൂർ ബോംബ് കേസ് പറയുന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായ വ്യക്തികൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ 27 പേരാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായത് എത്ര പേരാണ്? 27 പേരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കീഴരിയൂർ ബോംബ് കേസിൽ KB മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിൽ ആയവർ എത്ര പേരാണ്? 13 പേരാണ്. കീഴരിയൂർ ബോംബ് കേസിൽ KB മേനോൻ ഉൾപ്പെടെ ആജീവനാന്ത തടങ്കലിലായവർ 13 പേരാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ KB മേനോൻ ആണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ഡോക്ടർ KB മേനോൻ ആണ് എന്നാണ് പറയുന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇവരെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമാണ് ജയിൽ മോചിതരാക്കിയത്. ഓക്കെ, ഡോക്ടർ KB മേനോൻ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇതിനോടനുബന്ധിച്ച് സ്വതന്ത്ര ഭാരതം എന്നൊരു രഹസ്യ പത്രികയും ഡോക്ടർ KB മേനോൻ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്താണ്? സ്വതന്ത്ര ഭാരതം എന്നൊരു രഹസ്യ പത്രികയും ഡോക്ടർ KB മേനോൻ പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്ത് ലഭിച്ച നേതാവാണ് ആര്? KB മേനോൻ. ആരിൽ നിന്നാണ്? സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും കത്ത് ലഭിച്ച നേതാവാണ് ആര്? KB മേനോൻ. KB മേനോൻ ആണ് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയതെന്ന് പറയുന്നു. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ അല്ലേ? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം എന്ന് പറയുന്ന ഹിന്ദി നാടകത്തിൽ കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായരാണ്. ആരാണ്? VA കേശവൻ നായരാണ്. ക്ലിയർ അല്ലേ? കീഴരിയൂർ ബോംബ് ആക്രമണം നടന്ന ജില്ല കോഴിക്കോട് ജില്ല. എന്നായിരുന്നു നടന്നത്? 1942 നവംബർ 17. 1942 നവംബർ 17 കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് ആക്രമണം നടന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന KB മേനോനും കുഞ്ഞിരാമക്കിടാവുമായിരുന്നു അറസ്റ്റിലായപ്പെട്ട പ്രമുഖ വ്യക്തികൾ. ക്ലിയർ അല്ലേ? കലാപകാരികൾ വിധ്വംസക ദിനമായി പ്രഖ്യാപിച്ച തീയതി ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തീയതിയാണ്? നവംബർ 9. നവംബർ 9 ആണ് കലാപകാരികൾ വിധ്വംസക ദിനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതിനെ കുറിച്ച് ചർച്ച ചെയ്തു? കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് ചർച്ച ചെയ്തു. 1942 കോഴിക്കോടാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. അടുത്ത ഏതാണ്? 1946 പോകുന്നു. പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം 1946. തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി അയ്യർ നടത്തിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ രൂക്ഷമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? തിരുവിതാംകൂറിൽ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ രൂക്ഷമായ രാഷ്ട്രീയ പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് അറിയപ്പെടുന്നത്. നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ എന്നിവ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായിരുന്ന പുന്നപ്രയിലും വയലാറിലും ജനങ്ങളും ദിവാന്റെ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടി. ഓക്കെ അല്ലേ? 1946 ഒക്ടോബർ 27 CK കുമാരപ്പണിക്കരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പിന് നേരെ നടന്ന വെടിവയ്പിൽ 150-ൽ അധികം പേർ തൽക്ഷണം മരണമടഞ്ഞു.
1946 ഒക്ടോബർ 27 CK കുമാരപ്പണിക്കരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പിന് നേരെ നടന്ന വെടിവയ്പിൽ 180-ലധികം പേർ തൽക്ഷണം മരണമടഞ്ഞു. ജനങ്ങളുടെ പ്രതികരണം പ്രതികൂലമായ സാഹചര്യത്തിൽ സർ CP 1946 നവംബറിൽ സ്വയം വിരമിക്കുകയും നാട് വിടുകയും ചെയ്തു. പിന്നീട് രാജാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിസംബറിൽ തിരിച്ചു വന്ന് ദിവാൻ പദം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഈ സംഭവത്തിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? പുന്നപ്ര വയലാർ സമരം എന്നാണ് പറയുന്നത്. 1946 നടന്ന സംഭവം. തിരുവിതാംകൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ സ്വതന്ത്രമായി നിലകൊള്ളുമെന്ന് ദിവാൻ സർ CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു. ഇതിനെതിരെ പ്രക്ഷോഭം ശക്തമായിരുന്നു. 1947 ജൂലൈ 25-ന് CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമം നടന്നു. 1947 ജൂലൈ 25-ന് CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 19-ന് CP രാമസ്വാമി അയ്യർ ഉദ്യോഗമൊഴിയുകയും മദ്രാസിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, മദ്രാസിലേക്ക് പോവുകയും തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരുമെന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? പുന്നപ്ര വയലാർ സമരകാലത്ത് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു എന്ത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് പുന്നപ്ര വയലാർ സമരകാലത്ത് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു. തൊഴിലാളികൾക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആത്യന്തികമായി അമേരിക്കൻ മോഡൽ പിൻവലിക്കാനും ഉത്തരവാദ ഭരണം സംഘടിപ്പിക്കുവാനും സർക്കാർ നിർബന്ധിതമായി. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഏത് സമരമാണ്? പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും പുന്നപ്ര വയലാർ സമരമാണ്. CK കുമാരപ്പണിക്കരാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. CK കുമാരപ്പണിക്കരാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയുള്ള മോഹൻകുമാറിന്റെ നോവലാണ് ഉഷ്ണരാശി. ഏതാണ്? ഉഷ്ണരാശി. എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കിയുള്ള മോഹൻകുമാറിന്റെ നോവലാണ് ഉഷ്ണരാശി. ഉഷ്ണരാശി എന്നാണ് പറയുന്നത്. പിന്നെ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട നോവലുകളാണ് തകഴി ശിവശങ്കര പിള്ളയുടെ തലയോട് എന്ന് പറയുന്ന എന്താണ് കൃതി എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ തകഴി ശിവശങ്കര പിള്ളയാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ P ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്നിവ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തകഴിയുടെ തലയോടുണ്ട്, P ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്നിവ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ്. പിന്നീട് പറയുന്ന കാര്യം എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. ഏതാണ്? ഉലക്ക. എന്താണ്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക എന്ന് പറയുന്ന നോവൽ. ക്ലിയർ അല്ലേ? അപ്പോ ഏതിനെ കുറിച്ച് പറഞ്ഞു? 1946 നടന്ന പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് പറഞ്ഞു. ആ ഒരു 1946 തന്നെയാണ് മറ്റൊരു സമരം നടക്കുന്നത്, തോൽവിറക് സമരം എന്ന് പറയുന്നു. ഏതാണ്? തോൽവിറക് സമരം. തോൽവിറക് സമരം നടന്നത് 1946 പറഞ്ഞു. തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടക്കുന്നത്. തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനിയാണ്. ആരാണ്? തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനിയാണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. തോൽവിറക് സമര നായിക എന്നറിയപ്പെട്ടത് ആരാണ്? കാർത്യായനിയാണ്. പിന്നെ 1946 നടന്ന മറ്റൊരു സമരമാണ് ഏത്? MSP സമരം എന്ന് പറയുന്നു. ഏതാണ്? MSP സമരം എന്ന് പറയുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ റിച്ചാർഡ് ഹിച്ച്കോക്ക് ആണ്. റിച്ചാർഡ് ഹിച്ച്കോക്ക് ആണ് മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ. MSP മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം 1921 ആണ്. 1921 MSP സ്ഥാപിതമാകുന്നത്. മലബാർ പോലീസിന്റെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് MSP സമരം എന്ന് അറിയപ്പെടുന്നത്. മലബാർ പോലീസ് ആയിരുന്നു. മലബാർ പോലീസിന്റെ വേതനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരമാണ് MSP സമരം എന്നറിയപ്പെടുന്നത്. 1921 MSP സ്ഥാപിതമായത്. 1946 ഏപ്രിൽ 16 സമരം ആരംഭിച്ചത്. 1946 ഏപ്രിൽ 24 സമരം എന്ത് ചെയ്തു? അവസാനിക്കുകയാണ് ഉണ്ടായത്. ക്ലിയർ അല്ലേ? അടുത്തത് 1946 തന്നെ മറ്റൊരു സമരമാണ്. ഏത് സമരം? കരിവെള്ളൂർ സമരം എന്ന് പറയുന്നു. ഏതാണ്? കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരം നടന്ന വർഷം എന്ന് പറയുന്നതും 1946 ആണ്. പുന്നപ്ര വയലാർ സമരം നടന്നതും തോൽവിറക് സമരം നടക്കുന്നതും MSP സമരം നടക്കുന്നതും ഇപ്പോൾ കരിവെള്ളൂർ സമരം നടക്കുന്നതും ഏത് വർഷമാണ്? 1946 എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
അപ്പൊ എന്താണ് കരിവള്ളൂർ സമരം? പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ 1946 ഡിസംബർ 20 നടന്ന സമരമാണ് ഏതാണ്? കരിവള്ളൂർ സമരം എന്നറിയപ്പെടുന്നത്. കീനേരി കുഞ്ഞിക്കണ്ണൻ, പിന്നെ തിടിലിൽ കൃഷ്ണൻ, AV കുഞ്ഞമ്പു, കൃഷ്ണൻ മാസ്റ്റർ എന്നിവരായിരുന്നു മുഖ്യ നേതാക്കൾ. ആരൊക്കെയാ? കീനേരി കുഞ്ഞിക്കണ്ണൻ, തിടിലിൽ കൃഷ്ണന്, AV കുഞ്ഞമ്പു, കൃഷ്ണൻ മാസ്റ്റർ എന്നിവരായിരുന്നു കരിവള്ളൂർ സമരത്തിന്റെ പ്രധാന നേതാക്കന്മാരെന്ന് പറയുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവെപ്പിനെതിരെ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം എന്ന് പറയുന്നത്. കരിവള്ളൂർ സമരം നടന്ന ജില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ലയിലാണ് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്നത്. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് K. ദേവയാനിയാണ്. ആരാണ്? K. ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത്. എന്നാൽ തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? കാർത്യായനിയാണ്. കരിവള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത് K. ദേവയാനിയാണ്. ക്ലിയർ അല്ലേ? കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ് രക്തസാക്ഷികൾ? തിടിൽ കണ്ണൻ. ആരാ? തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും. തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവുമായിരുന്നു 1946 നടന്ന കണ്ണൂർ ജില്ലയിൽ നടന്ന കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ആരൊക്കെയാ? തിടിൽ കണ്ണനും കീനേരി കുഞ്ഞമ്പുവും. ക്ലിയർ അല്ലേ? ഇനിയും പോകുന്നു 1947ലേക്ക്. 1947 നടന്ന ഒരു സത്യാഗ്രഹമുണ്ട്. ആ സത്യാഗ്രഹത്തെ നമ്മൾ പറയുന്ന പേര് പാലിയം സത്യാഗ്രഹം എന്നാണ്. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947, 1948 കാലഘട്ടം. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ അയിത്തത്തിനെതിരായ സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. എന്താണ്? സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ അയിത്തത്തിനെതിരെ നടന്ന സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയുള്ള കാലഘട്ടം. 1947 ഡിസംബർ മുതൽ 1948 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പാലി സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുൻപിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ചേന്നമംഗലത്ത് പാലിയത്തച്ഛന്റെ വീടിന് മുൻപിലുള്ള പൊതുനിരത്തിൽ കൂടി നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചതിനെ തുടർന്ന് നടന്ന സമരമാണ്, സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. C. കേശവനായിരുന്നു പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ നേതാവ്. ആരാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രമുഖ നേതാവ് എന്നറിയപ്പെടുന്നത്? C. കേശവൻ. ആരാണ്? C. കേശവനാണ്. ഇതിനെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമുദായിക സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകളായിരുന്നു SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ. SNDP ഉണ്ടായിരുന്നു, പുലയ മഹാസഭ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാലിയ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ സംഘടനകളായിരുന്നു SNDPയും പുലയ മഹാസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ക്ലിയർ അല്ലേ? പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി, ആര്യ പള്ളം. ആരൊക്കെയാ? പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാ? ചിറക്കൽ കോവിലകത്തെ രമത്തമ്പുരാട്ടി, ആര്യ പള്ളം എന്നിവരായിരുന്നു. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യയാണ്. എന്താണ്? ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് KK കൗസല്യയാണ്. അപ്പൊ സൗഹൃദ ജാഥ എന്ന് പറയുന്നത് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. സൗഹൃദ ജാഥ നയിച്ചതാരാണെന്ന് മനസ്സിലാക്കുക. KK കൗസല്യയാണ്. ക്ലിയർ അല്ലേ? പാലിയം സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ക്ലിയർ. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം C. കേശവൻ നിർവഹിച്ചു. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം C. കേശവൻ നിർവഹിക്കുന്നത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഡിസംബർ 22 1947 ഡിസംബർ 22 സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മലയാള മനോരമയാണ്. ഏതാണ്? സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച മലയാള മനോരമ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? AG വേലായുധനാണ്. ആരാണ്? AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ, രാജകുടുംബാംഗങ്ങളും നമ്പൂതിരി കുടുംബാംഗങ്ങളും ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 100-ാം ദിവസം ജാഥ നയിച്ച AG വേലായുധൻ പോലീസ് മർദ്ദനത്തിൽ മരിച്ചതിനെ തുടർന്ന് സത്യാഗ്രഹം നിർത്തിവെച്ചു. എന്താ പറഞ്ഞ? രാജകുടുംബാംഗങ്ങളും നമ്പൂതിരി കുടുംബാംഗങ്ങളും ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. 100-ാം ദിവസം ജാഥ നയിച്ച AG വേലായുധൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരിച്ചതിനെ തുടർന്ന് സത്യാഗ്രഹം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? കൊച്ചിയിൽ ക്ഷേത്രപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് പാലിയം റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും അഹിന്ദുക്കൾക്കും ലഭിക്കുകയും ചെയ്തു. ഇതാണ് പാലിയം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. നടന്ന വർഷം 1947, 1948 കാലഘട്ടം. ക്ലിയർ അല്ലേ? ഇനിയും പോകുന്നു മയ്യഴി അല്ലെങ്കിൽ മാഹി വിമോചന സമരത്തിലേക്ക് കടക്കുകയാണ്. മയ്യഴി മാഹി വിമോചന സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഫ്രഞ്ച് അധീന പ്രദേശമായ മയ്യഴിയിൽ അല്ലെങ്കിൽ മാഹിയിൽ വിദേശാധിപത്യം നിലനിന്നു. 1938 സ്ഥാപിതമായ മയ്യഴി മഹാജന സഭയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ മയ്യഴിയുടെ വിമോചനത്തിനായിട്ട് നടന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഏതാണ് നമ്മുടെ വിദേശ ശക്തിയായ ഫ്രഞ്ച് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രഞ്ചിന്റെ അധിനിവേശ പ്രദേശമായിരുന്നു ഏത്? കണ്ണൂർ ജില്ലയിലെ മയ്യഴി അല്ലെങ്കിൽ മാഹി എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഫ്രഞ്ച് അധിനിവേശം ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് മയ്യഴി വിമോചന സമരം എന്നറിയപ്പെടുന്നത്. 1938 മയ്യഴി മഹാജന സഭ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിക്കുന്നത് അല്ലെ. 1938 മുതൽ 1958 വരെ ഈ സംഘടനയുടെ അധ്യക്ഷനായിരുന്നത് IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു. ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മയ്യഴി വിമോചന സമരത്തിന് ആരാണ് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ആരാണ് നേതൃത്വം കൊടുത്തത്? IK കുമാരൻ മാസ്റ്റർ ആണ് നേതൃത്വം കൊടുത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1954 ജൂലൈ 14 കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മയ്യഴിയിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ മയ്യഴിയിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് 1954 എന്നാണ് ജൂലൈ 14 അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. ആരാണ് അധ്യക്ഷത വഹിച്ചത്? കേളപ്പനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താ? IK കുമാരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു വിമോചന സേന ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും മയ്യഴിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. മഹാജന സഭയിലെ വിപ്ലവകാരികൾ ഫ്രഞ്ച് പതാകകൾ അഴിച്ചുമാറ്റി ഇന്ത്യൻ പതാക ഉയർത്തിയ വർഷം 1948 ഒക്ടോബർ 22. 1948 ഒക്ടോബർ 22. ക്ലിയർ അല്ലേ? ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തിയത് 1948 ഒക്ടോബർ 28. ഓക്കെ അല്ലേ? 1948 ഒക്ടോബർ 28 ഫ്രഞ്ചുകാർ വിമോചന സമരം അടിച്ചമർത്തി. 1954 ആയപ്പോൾ 1954 ജൂലൈ 16 ഫ്രഞ്ചുകാർ മാഹിയിൽ നിന്ന് അധികാരം ഒഴിഞ്ഞു. അപ്പം ഫ്രഞ്ചുകാര് മാഹിയിൽ നിന്ന് പോയത് 1954 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു മയ്യഴി വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? മയ്യഴി സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? IK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അടുത്തത് ഒരണ സമരമാണ്. 1958 നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നു. 1958 ഒരണയായിരുന്നു അല്ലെങ്കിൽ 6 പൈസയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായിട്ട് വർദ്ധിപ്പിച്ച EMS സർക്കാരിന്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഒരണ അല്ലെങ്കിൽ 6 പൈസയായിരുന്ന ബോട്ട് കൂലി 10 പൈസയായിട്ട് വർദ്ധിപ്പിച്ച EMS സർക്കാരിന്റെ നടപടിക്കെതിരെ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നു. 1958 ഒരണ സമരം നടക്കുന്നത്. ഒരണ സമരം നടക്കുന്ന ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഒരണ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വയലാർ രവി. ആരാണ്? വയലാർ രവി. കോൺഗ്രസ് നേതാവായിരുന്നു വയലാർ രവി. പിന്നെ മുൻ കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ AK ആന്റണി എന്നിവരാണ് ഒരണ സമരത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? KSU ആണ്. ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് ഏത്? KSU, കേരള സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നീട് ആദ്യത്തെ ഒന്നാം EMS മന്ത്രിസഭ താഴെ വീഴാനുണ്ടായ സമരത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഏതാണ് സമരം?
വിമോചന സമരം നടന്ന വർഷം 1959. വിമോചന സമരം നടന്ന വർഷം 1959. 1957 EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ നിയമസഭ പാസാക്കിയതിനെ തുടർന്നുണ്ടായ വ്യാപകമായ എതിർപ്പാണ് വിമോചന സമരത്തിൽ കലാശിച്ചത്. എന്താണ്? വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന EMS മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ നിയമസഭ പാസാക്കിയതിനെ തുടർന്നുണ്ടായ വ്യാപകമായ എതിർപ്പാണ് വിമോചന സമരം നടക്കുകയും ഒന്നാം മന്ത്രിസഭ താഴെ വീഴാനുണ്ടാകുകയും ചെയ്ത സംഭവം. വിമോചന സമരം 1959. 1959 ഏപ്രിൽ 5 മന്ത്രിസഭയുടെ 2ാം വാർഷികം ആഘോഷിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അഴിമതി വിരുദ്ധ ദിനം ആഘോഷിച്ചു. ഏപ്രിൽ 16 ചേർത്തലയിൽ ഒരു പൊതുസമ്മേളനത്തിൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് വിമോചന സമരം എന്ന പേര് ലഭിച്ചത്. വിമോചന സമരം എന്ന പേര് ലഭിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ്. ഓക്കെ അല്ലേ? 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചു. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചു. ക്ലിയർ അല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യയിൽ നിന്ന് ഭാണ്ഡം കെട്ടിച്ച് പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്തുമെന്ന് NSS നേതാവ് മന്നത്ത് പത്മനാഭൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യയിൽ നിന്ന് ഭാണ്ഡം കെട്ടിച്ച് പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്തുമെന്ന് NSS നേതാവ് മന്നത്ത് പത്മനാഭൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചു. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നത് എന്താണ്? KPCC പ്രസിഡന്റ് R ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡൽഹിയിലെത്തി കേരള സർക്കാരിനെതിരായ കുറ്റപത്രം രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താണ്? കേന്ദ്രം കേരള ഗവർണർ B രാമകൃഷ്ണ റാവുവിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ക്രമസമാധാന നില തകരാറിലാണെന്ന റിപ്പോർട്ട് ഗവർണർ കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം കേരള സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വിമോചന സമരത്തെ തുടർന്ന് എന്താണ് കേരളത്തിലെ ക്രമസമാധാന നില തകരാറിലാണെന്ന റിപ്പോർട്ട് ഗവർണർ എന്ത് ചെയ്തു? കേന്ദ്രത്തിന് നൽകുകയും അതിന്റെ ഫലമായിട്ട് 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം കേരള സർക്കാരിനെ രാഷ്ട്രപതി പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഭരണം നഷ്ടമാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട്, വളരെ പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ്, ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പിരിച്ചുവിടപ്പെട്ട സംഭവമായിരുന്നു ഏത്? വിമോചന സമരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ സമര നടത്തിപ്പിന് ക്രിസ്റ്റഫേഴ്സ് എന്നൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഏതിന്റെ ഭാഗമായിട്ടാണ്? വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഫാദർ വടക്കന്റെ നേതൃത്വത്തിൽ സമര നടത്തിപ്പിന് ക്രിസ്റ്റഫേഴ്സ് എന്നൊരു സംഘടനയും രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്ത സമരം 2003 നടന്ന സമരമാണ് മുത്തങ്ങ സമരം എന്ന് പറയുന്നത്. മുത്തങ്ങ സമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. നടന്ന വർഷം 2003 മുത്തങ്ങ സമരം 2003. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങ സമരം. 2003 സമരം നടന്നത്. 2003 വയനാട്ടിലാണ് മുത്തങ്ങ സമരം നടന്നത്. മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? CK ജാനു ആണ്. ആരാണ്? CK ജാനു ആണ്. 2006 CK ജാനു രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ JRS എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? CK ജാനു ആണ്. മുത്തങ്ങ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ചോദ്യമുണ്ട്. മുത്തങ്ങ സമരവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തിടെ ഇറങ്ങിയ 2025 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്. ഏതാണ്? നരിവേട്ട എന്ന് പറയുന്ന സിനിമ. നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ പശ്ചാത്തലം കേരളത്തിൽ നടന്ന ഏത് സമരമാണെന്ന് ചോദിച്ചാൽ എഴുതുക ഏതാണ്? മുത്തങ്ങ സമരമാണ്. ഏതാണ്? മുത്തങ്ങ സമരമാണ്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? കുട്ടൻകുളം സമരം 1946 കുട്ടൻകുളം സമരവും കൂത്താളി സമരവും 1967 നടന്ന കൂത്താളി സമരവും. കുട്ടൻകുളം സമരം നടന്ന വർഷം 1946 തൃശൂരിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ നിരത്തുകൾ കൂടി എല്ലാ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഏതെന്നറിയപ്പെടുന്നത്? കുട്ടൻകുളം സമരം എന്ന് അറിയപ്പെടുന്നത്. 1946 ഈ സമരം നടക്കുന്നത്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ നിരത്തുകൾ കൂടി എല്ലാ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം കുട്ടൻകുളം സമരം. MK കാട്ടുപറമ്പൻ, P ഗംഗാധരൻ, KV ഉണ്ണി എന്നിവരായിരുന്നു കുട്ടൻകുളം സമരത്തിന്റെ നേതാക്കളെന്ന് അറിയപ്പെടുന്നത്. പിന്നെ പറയുന്നു കൂത്താളി സമരം 1967. കൂത്താളി സമരം നടന്ന പ്രദേശങ്ങൾ ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്. ചങ്ങരോത്ത്, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് എന്നിവിടങ്ങളിലാണ് കൂത്താളി സമരം നടന്ന പ്രദേശങ്ങൾ.
കൂത്താളിയിലെ കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കൂത്താളിയിലെ കർഷകർക്ക് തങ്ങളുടെ ഭൂമിയിൽ സമ്പൂർണ്ണ അവകാശം ലഭിച്ചത് 1967 EMS മന്ത്രിസഭയുടെ കാലത്താണ് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഇനി പഠിക്കേണ്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ മലബാർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നോക്കിക്കേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തെ മലബാർ എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് വഴിതെളിച്ച ദേശീയ പ്രസ്ഥാനത്തിൽ ബ്രിട്ടീഷ് മലബാർ വഹിച്ച പങ്ക് സുപ്രധാനമാണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തുടക്കം മുതൽക്കേ മലബാറിൽ നിന്ന് പലരും അംഗങ്ങളായി. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തുടക്കം മുതലേ മലബാറിൽ നിന്നും പലരും അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മലബാറിൽ നിന്നുള്ള സുപ്രസിദ്ധനായ സർ സി ശങ്കരൻ നായരാണ് കോൺഗ്രസിന്റെ 1897 അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളിയാണ് ആര്? സർ സി ശങ്കരൻ നായർ. ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാലാണ് 1897 അമരാവതി സമ്മേളനത്തിൽ. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഡോക്ടർ ആനി ബസന്റ് 1916 സ്ഥാപിച്ച ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ മലബാറിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതെവിടെയായിരുന്നു? മലബാറിൽ, പാലക്കാടായിരുന്നു ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ തുടങ്ങിയത്. KP കേശവമേനോനായിരുന്നു കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും ഹോം റൂൾ ലീഗിന്റെയും കാര്യദർശിയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. KP കേശവമേനോൻ. ഓക്കെ അല്ലേ? മലബാറിലെയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും പ്രതിനിധികൾ സംബന്ധിച്ച ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. എന്താണ് ഒന്നാമത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം? 1921 ഏപ്രിൽ 23 ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുകയുണ്ടായി. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? KP കേശവമേനോന്റെ നേതൃത്വത്തിൽ 1923 പ്രസിദ്ധീകരണം ആരംഭിച്ച മാതൃഭൂമിയും 1924 അബ്ദുൾ റഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അല്ലമീനും മലബാറിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ ബോധത്തെ ഉണർത്തുകയുണ്ടായി. അപ്പൊ മാതൃഭൂമി ആരംഭിച്ചത് 1923 ആരാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ KP കേശവമേനോനാണ്. 1924 ഏത് പത്രം ആരംഭിക്കുന്നത്? അല്ലമീൻ ആരംഭിക്കുന്നു. ആരാണ് നേതൃത്വം കൊടുത്തത്? അബ്ദുൾ റഹിമാൻ സാഹിബാണ് എന്നുള്ള കാര്യം പഠിക്കുക. ഓക്കെ അല്ലേ? ഇനിയും പോകുന്നു, ഐക്യ കേരള പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. ഐക്യ കേരള പ്രസ്ഥാനം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സംസ്ഥാനം രൂപീകരിക്കുകയായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് നമ്മൾ പഠിച്ചതാണ്. 1920 നാഗ്പൂർ സമ്മേളനം. എന്താണ്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ വെച്ചാണ്. ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? രാമവർമ്മ പരീക്ഷിത് തമ്പുരാനായിരുന്നു. എന്താണ്? ഐക്യ കേരള പ്രസ്ഥാനം അല്ലെങ്കിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് രാമവർമ്മ പരീക്ഷിത് തമ്പുരാനായിരുന്നു. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. ആരാണ്? NV കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത്. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് നടന്നത് എവിടെയാണ്? പയ്യന്നൂരാണ്. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം പയ്യന്നൂർ സമ്മേളനം. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു പയ്യന്നൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ജവഹർലാൽ നെഹ്റു. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കോൺഫറൻസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു? K കേളപ്പനായിരുന്നു. ആരാണ്? K കേളപ്പൻ.
സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലുവയിലാണ്. എവിടെയാണ്? ആലുവയിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. എവിടെയാണ്? ആലുവ. ഐക്യ കേരള സമിതി ആവശ്യപ്പെട്ട ലക്ഷദ്വീപ്, ഗൂഡല്ലൂര്, കൂർഗ്, പിന്നെ മയ്യഴി എന്നീ പ്രദേശങ്ങളും ദക്ഷിണ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന നാഞ്ചിനാടും പിന്നെന്താ കേരളത്തിന് ലഭിച്ചില്ല. അല്ലെങ്കിൽ കന്യാകുമാരിയും കേരളത്തിന് ലഭിച്ചില്ല. കന്യാകുമാരിക്കും ഗോകർണത്തിനും ഇടയിൽ നീണ്ടുകിടന്ന കേരളം 1956 നവംബർ 1 കാസർഗോഡിനും പാറശാലയ്ക്കും ഇടയിലുള്ള ഐക്യ കേരളമായിട്ട് മാറുകയാണ് ചെയ്തത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഐക്യ കേരള സമിതി ആവശ്യപ്പെട്ട ലക്ഷദ്വീപ്, ഗൂഡല്ലൂര്, കൂർഗ്, മയ്യഴി എന്നീ പ്രദേശങ്ങളും ദക്ഷിണ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെട്ട നാഞ്ചിനാടും അല്ലെങ്കിൽ കന്യാകുമാരിയും കേരളത്തിന് ലഭിച്ചില്ല. കന്യാകുമാരിക്കും ഗോകർണത്തിനും ഇടയിൽ നീണ്ടുകിടക്കുന്ന കേരളം 1956 നവംബർ 1 കാസർഗോഡിനും പാറശാലയ്ക്കും ഇടയിലുള്ള ഐക്യ കേരളമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്നാണ് വന്നത്? 1956 നവംബർ 1. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ KPCC ഉപസമിതി രൂപീകരിച്ച വർഷം 1946 ആണ് എന്നുള്ള കാര്യം പഠിക്കുക. ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? KP കേശവമേനോനാണ് ഉപസമിതിയുടെ അധ്യക്ഷം വഹിച്ചത്. KP കേശവമേനോന്റെ കാര്യം പറയുമ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന പത്രം നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടതാണ്. KP കേശവമേനോൻ എവിടെയാണ് നേതൃത്വം വഹിച്ചത്, അധ്യക്ഷത വഹിച്ചത്? ചെറുതുരുത്തിയിലാണ് അധ്യക്ഷത വഹിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? മൊയ്തു മൗലവിയാണ് ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. ആരാണ്? മൊയ്തു മൗലവിയാണ്. ക്ലിയർ അല്ലേ? ഇനി പറയുന്നു തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടക്കുന്നത്. 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനത്തിന് രൂപം നൽകുകയാണ് ചെയ്തത്. 1949 ജൂലൈ 1. പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം സർ CP രാജ്യം വിടുകയും തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായി പട്ടം താണുപിള്ള സ്ഥാനമേൽക്കുകയും ചെയ്തു. എന്താണ്? പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം സർ CP രാജ്യം വിട്ടു. തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് ആരെയാണ് സ്ഥാനമേൽക്കുകയും ചെയ്തത്? പട്ടം താണുപിള്ള സ്ഥാനമേൽക്കുകയും ചെയ്തു. ക്ലിയർ അല്ലേ? തിരുക്കൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖനായി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ സ്ഥാനമേറ്റു. എന്താണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖനായിട്ട് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ സ്ഥാനമേറ്റു. രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനായിരുന്നു അന്നത്തെ കൊച്ചിയിലെ രാജാവായിട്ടിരുന്നത്. രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനായിരുന്നു ആ സമയത്ത് കൊച്ചിയിലെ രാജാവായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നോക്കാം. തിരുക്കൊച്ചി മന്ത്രിസഭകളുടെ കാര്യം നോക്കാം. നോക്കിക്കേ. തിരുവിതാംകൂർ മന്ത്രിസഭ 1948-49 ജനകീയ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? ഒന്ന് പട്ടം താണപിള്ള 1948-48 തന്നെ. പറവൂർ TK നാരായണപിള്ള 1948-49 കാലം. 2 പ്രധാനമന്ത്രിമാരുണ്ട്, ജനകീയ പ്രധാനമന്ത്രിമാരുണ്ട്. കൊച്ചിയിലെ മന്ത്രിസഭയിൽ 1947 മുതൽ 49 വരെ പ്രധാനമന്ത്രിമാരെന്ന് പറയുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ 46 മുതൽ 47 വരെയും TK നായർ 47 മുതൽ 48 വരെയും ഇക്കണ്ട വാര്യർ 1948 മുതൽ 1949 വരെയും കൊച്ചി മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിമാരായിരുന്നു. പിന്നെ അപ്പൊ ഇത് സംയോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തിരുക്കൊച്ചി മന്ത്രിസഭ 1949 ജൂലൈ 1 നിലവിൽ വന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അന്നപ്പം 1949 മുതൽ 1956 വരെ കേരളം രൂപീകരിക്കുന്നത് വരെ തിരുക്കൊച്ചി ആയിരുന്നു നമ്മുടെ മന്ത്രിസഭ. അവിടുത്തെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നോക്കാം. ഒന്ന് പറവൂർ TK നാരായണപിള്ള. 2 C കേശവൻ ഉണ്ടായിരുന്നു. പിന്നെ AJ ജോൺ ഉണ്ടായിരുന്നു. 4 പട്ടം താണുപിള്ള ഉണ്ടായിരുന്നു. 5 പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐക്യ കേരളം നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ തിരുക്കൊച്ചി മന്ത്രിസഭയായി, കൊച്ചി മന്ത്രിസഭയായി, തിരുവിതാംകൂർ മന്ത്രിസഭയായി. അവിടെയുള്ള പ്രധാനമന്ത്രിമാരെയും പിന്നെ ജനകീയ പ്രധാനമന്ത്രിമാരെയും പിന്നെ തിരുക്കൊച്ചി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിമാരെയും നമ്മൾ പരിചയപ്പെട്ടു. നോക്കിക്കേ. കേരള സംസ്ഥാനം രൂപീകൃതമാവുകയാണ്. കേരള സംസ്ഥാനം പിറക്കുകയാണ്.
1956 നവംബർ 1 തീയതി വ്യാഴാഴ്ച ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നു. 1956 നവംബർ 1 തീയതി വ്യാഴാഴ്ച ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നു. തെക്കൻ തിരുവിതാംകൂറിൽ തമിഴർക്ക് ഭൂരിപക്ഷമുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളും കിഴക്ക് ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും മദ്രാസിനോട് ചേർത്തു. തിരുവിതാംകൂറിന്റെ ബാക്കി ഭാഗങ്ങൾ കൊച്ചി, മലബാറിൽ ഗൂഡല്ലൂർ ഒഴികെ ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ് എന്നീ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് കേരള സംസ്ഥാനം 1956 നവംബർ 1 തീയതി കേരള സംസ്ഥാനമായിട്ട്, കേരള പിറവിയായിട്ട് എന്ത് ചെയ്തത്, പിറന്നു വന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്, ചരിത്ര പ്രക്ഷോഭങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട്, ചരിത്ര സമരങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പൊ നമ്മൾ 4 ക്ലാസ് കൊണ്ട് ഈ ഒരു ചരിത്രം നമ്മൾ തീർക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.